വീണ്ടും ഇന്ത്യയിൽ ഒരു വമ്പൻ നിധി കണ്ടെത്തിയിരിക്കുകയാണ്. 4 സ്ഥലങ്ങളിലാണ് ഖനനം നടത്താനായി ഇപ്പോൾ ഒരുങ്ങുന്നത്. ആയിരക്കണക്കിന് കോടി രൂപയാണ് ഇതിന്റെ മൂല്യം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ലോകമെമ്പാടും വർദ്ധിച്ചു വരുന്ന സ്വർണ്ണ ആവശ്യകതയ്ക്കും കുതിച്ചുയരുന്ന വിലയ്ക്കുമിടയിൽ ഇന്ത്യയിൽ ഒരു വലിയ സ്വർണ്ണ നിധി കണ്ടെത്തി. ദക്ഷിണേന്ത്യൻ സംസ്ഥാനമായ ആന്ധ്രാപ്രദേശിലെ കൂർണൂൾ ജില്ലയിലെ ജോനാഗിരി ഗ്രാമത്തിൽ ഏകദേശം 50 ടൺ സ്വർണ്ണ ശേഖരമുണ്ടെന്ന് സ്ഥിരീകരിച്ചു. ഈ പ്രധാന കണ്ടെത്തലിന് ശേഷം അടുത്ത കുറച്ച് വർഷങ്ങളിൽ ആന്ധ്രാപ്രദേശിന് രാജ്യത്തെ ഏറ്റവും വലിയ സ്വർണ്ണ വിതരണക്കാരായി ഉയർന്നു വരാൻ കഴിയും. ഇത് രാജ്യത്ത് സ്വർണത്തിന്റെ ആഭ്യന്തര ഉൽപാദനം വർദ്ധിപ്പിക്കുക മാത്രമല്ല, സ്വർണ്ണ ഇറക്കുമതിയെ ഇന്ത്യ ആശ്രയിക്കുന്നത് കുറയ്ക്കുകയും ചെയ്യുമെന്നുള്ളതാണ്. 7500 കോടിയിലധികം വില വരുന്ന സ്വർണം അവിടെ ഉണ്ട് എന്നാണ് കണക്കാക്കപ്പെടുന്നത്. ഖനി വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി മുകേഷ് കുമാർ മീണ ഒരു പത്രസമ്മേളനത്തിൽ ഇത് സംബന്ധിച്ച് പ്രധാന വിവരങ്ങൾ പങ്കുവച്ചു. ജോനാഗിരിയിൽ മാത്രം ഏകദേശം 50 ടൺ സ്വർണ്ണമുണ്ടെന്ന് കണക്കാക്കപ്പെടുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു. പ്രാദേശിക വിപണിയിൽ ഈ സ്വർണത്തിന്റെ ഏകദേശം മൂല്യം 7500 കോടി മുതൽ 9000 കോടി രൂപ വരെയാണെന്ന് കരുതപ്പെടുന്നു. ഏകദേശം ഒരു ദശാബ്ദം മുമ്പ് ഈ ഗ്രാമത്തിൽ ഖനനത്തിനായി 1500 ഏക്കർ ഭൂമി അനുവദിച്ചിരുന്നു. നിലവിൽ 500 ഏക്കർ ഭൂമിയിൽ മാത്രമേ ഖനനവും പര്യവേക്ഷണവും നടന്നിട്ടുള്ളൂ. അതിൽ 13 ടൺ സ്വർണം കണക്കാക്കിയിട്ടുണ്ട്. ശേഷിക്കുന്ന 1000 ഏക്കർ ഭൂമിയിൽ പര്യവേക്ഷണം നടത്തിയാൽ ഈ കണക്ക് 50 ടണ്ണിലെത്തുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ധാതു സമ്പന്നമായ ഈ പ്രദേശങ്ങളുടെ കൂടുതൽ വികസനത്തിനായി സംസ്ഥാന സർക്കാർ പദ്ധതിയിടുന്നു. മുകേഷ് കുമാർ മീണയുടെ അഭിപ്രായത്തിൽ ജോനാഗിരിക്ക് പുറമെ സ്വർണ്ണ ഖനനത്തിന് സാധ്യതയുള്ള 4 സ്ഥലങ്ങൾ കൂടി കണ്ടെത്തിയിട്ടുണ്ട്. രാമഗിരി, ജാവ്ഗുല, ചിഗുരുകുന്ദ, ബിസ്നതം എന്നിവ പട്ടികയിൽ ഉൾപ്പെടുന്നു. സ്വർണ്ണ ഖനനം വളരെ നിക്ഷേപം ആവശ്യമുള്ളതും അത്യാധുനിക സാങ്കേതികവിദ്യ ആവശ്യമുള്ളതുമായതിനാൽ സുതാര്യമായ ടെൻഡർ പ്രക്രിയയിലൂടെ സർക്കാർ ഈ ഖനന അവകാശങ്ങൾ സ്വകാര്യ കമ്പനിക്ക് നൽകിയിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ഖനനം മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു ഉദ്ഘാടനം ചെയ്യുമെന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നു. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.